ഡോക്ടർ വീട്ടിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വീടിന്റെ അടുത്താണല്ലോ, ഞാൻ നടന്നു പൊയ്ക്കൊള്ളാം. ഇത് ഒന്നിനുള്ള പ്രതിഫലമല്ല, തിരിച്ചു തരികയും വേണ്ട. കാറ് കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ? എനിക്ക് ഡോക്ടറോട് പേഴ്സണലായ ചില കാര്യങ്ങൾ സംസാരിക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കടലിലെ കൂളിളക്കം പോലെയാണ് എന്റെ മനസ്സ്. ശ്രീദേവിക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുടെ ഭാര്യയാകാൻ എനിക്കാവില്ല. അതിന്റെ അർത്ഥം? എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ശ്രീദേവി പെട്ടെന്ന് ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പെട്ടെന്ന് എടുത്തതുമല്ല. ഇല്ല ശ്രീദേവി, എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കിടപ്പാടം പോലുമില്ലാത്ത ഒരു അധ്യാപകന്റെ മകനാണ് ഞാൻ. അമ്മയുടെ കണ്ണീരും കഷ്ടപ്പാടുമാണ് എന്നെ ഒരു ഡോക്ടറാക്കിയത്. എനിക്കുള്ള സമ്പാദ്യം പ്രായമായ അമ്മയും കാലിന് സ്വാധീനമില്ലാത്ത ഒരു അനുജത്തിയും മാത്രമാണ്. ഞാൻ വിവാഹിതനായാൽ എന്റെ കൊച്ചനുജത്തിയോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമാണ്. ഡോക്ടറുടെ അനിയത്തി എന്നും എന്റെയും അനിയത്തിയായിരിക്കും. ശ്രീദേവിയെ മനസ്സാൽ വരിക്കാൻ പോലും അർഹത എനിക്കില്ല. എന്റെ ദുഃഖങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ശ്രീദേവിയെ ക്ഷണിക്കില്ല. ക്ഷണിക്കാതെ തന്നെ എല്ലാ ദുഃഖങ്ങളും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിന് ചേട്ടൻ എന്നെ അനുവദിച്ചാൽ മാത്രം മതി. എന്താ ഏട്ടാ? അമ്മ എവിടെ? എന്താ മോനെ? ഇപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായല്ലോ. രണ്ടുപേരും കൂടി മനുഷ്യന്റെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? നിന്റെ സൗകര്യം കെടുത്താൽ ഇവിടെ ഇപ്പോൾ എന്തുണ്ടായി? എന്തുണ്ടായാണ്? അവൾ ഒന്നും അറിയാത്തവർ നിൽക്കുന്ന കണ്ടില്ലേ? ഈ ചേട്ടൻ ഇന്നെന്താ? ഞാനൊന്നും ചെയ്തില്ലമ്മേ. ചേട്ടനിന്ന് ഇടത്തൂടായിരിക്കും എഴുന്നേറ്റത്. നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നീയല്ലേ പറഞ്ഞത് ആ ശ്രീദേവിയെ നിന്റെ ചേട്ടത്തിയെ കൊണ്ടുവരണമെന്ന്? അമ്മ അവരെ കൂട്ടു നിൽക്കുകയും ചെയ്തു. അവളുടെ ആഗ്രഹം അങ്ങ് പറഞ്ഞു പോയി മോനെ. എനിക്കും തോന്നി അത് നല്ലതാണ്. ഞങ്ങൾ പിന്നെ നിന്നോടല്ലാതെ മറ്റാരോട് പറയാനാ മോനെ? എന്നാലേ ഞാനതങ്ങ് നടത്താൻ പോവുക. ശ്രീദേവിയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യമാണോ ചേട്ടാ? ശ്രീദേവി, മോളെ ശ്രീദേവി. മോളെ, നിന്റെ പേരെന്താ? എന്റെ അച്ഛനും അമ്മയുമായ ഈ അച്ഛൻ വിളിക്കുന്നത് ഗീതമോളെ എന്ന്. മനസ്സിലായോ? ഞാൻ വിളിച്ചത് ആ പേരല്ല. എനിക്ക് നിന്നേക്കാൾ അനുസരണയുള്ള വേറൊരു മോളുണ്ട്, അവളെ വിളിച്ചു. എനിക്കും ഉണ്ട് അനുസരണ കേട്ടോ. ആരാ ചെയ്ത്? ഇതോ
ഇതാണ് നിന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന മിസ്റ്റർ മോഹൻദാസ്. എന്താ, നിനക്ക് ഇഷ്ടമായോ? ഓ, എനിക്കിഷ്ടമായിട്ടെന്താ? ചേച്ചിയല്ലേ പിടിക്കേണ്ടത്. അതാ ചേച്ചി വരും. അച്ഛൻ തന്നെ ചോദിച്ചു. അച്ഛനെന്നെ വിളിച്ചു. ആ, വിളിച്ചു മോളെ. മോളി ഫോട്ടോ ഉണ്ടോ? മോഹൻദാസ് എന്നാണ് പേര്. ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിന്റെ ഉടമയാണ്. ലക്ഷപ്രഭുവാണ്. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മകനാണ്. എന്റെ മോക്ക് അനുയോജ്യനായ വരും. നമുക്ക് വിവാഹം ഉടനെ നടത്തണം മോളെ. ഇപ്പൊ എനിക്ക് വിവാഹം വേണ്ട അച്ഛാ. എനിക്കറിയാം മോളെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനെല്ലാം നഷ്ടപ്പെടുകയാണ്. അത് എന്നേക്കാൾ കൂടുതൽ നിശ്ചയം എന്റെ മകൾക്കാണ്. അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് നീ പറയൂ. പക്ഷേ പ്രായമായ ഒരു മകളെ അനുയോജ്യനായ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്യിച്ച് അയക്കേണ്ട കടമ അച്ഛനുള്ളതാണ്. എന്റെ വിവാഹത്തിന്റെ കാര്യമല്ലേ? അച്ഛൻ എന്നോടുകൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമായിരുന്നു. മോളെ, അമ്മയില്ലാത്തതിന്റെ കുറവ് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയിച്ചിട്ടില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും എന്റെ മോക്ക് അച്ഛനോട് തുറന്നു പറയാം. പറയാം അച്ഛാ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന എന്റെ അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. മോഹൻദാസിനേക്കാൾ ഉന്നതനായ ഒരു വരനെ നീ കണ്ടുപിടിച്ചെന്നോ? ആരാണത്? ഡോക്ടർ സുരേഷ്. മോളെ, അയാൾ നിന്നെ ഒന്ന് ചികിത്സിച്ചു എന്ന് വിചാരിച്ച് പ്രതിഫലമായി കൊടുക്കുന്ന നീ നിന്നെ തന്നെയാണോ? പണമുണ്ടെന്നറിഞ്ഞ് സ്നേഹിക്കാൻ എടുക്കുന്ന ഇവനൊന്നും വിശ്വസിക്കുന്നു മോളെ. പണത്തിന് വേണ്ടിയല്ല അച്ഛ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ. അല്ലെങ്കിൽ ഞാനെന്താ നിന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാത്തിനും കാരണക്കാരൻ അവൻ ഒറ്റയൊരുത്തനാ. അവൻ ഡോക്ടറാണ് പോലും ഡോക്ടർ. ഒരു പൈസയ്ക്ക് പോലും ഗതിയില്ലാത്തവൻ. എല്ലാവരിലും വലിയവനായ എന്റെ അച്ഛൻ എന്താണ് സമനില വിട്ട് സംസാരിക്കുന്നത്? എന്റെ ഭർത്താവാകാൻ ഡോക്ടർ സുരേഷ് യോഗ്യനാണ് അച്ഛ. അച്ഛൻ അദ്ദേഹത്തെ നിന്ദിക്കരുത്. മോളെ ശ്രീദേവി, ഇതൊരു നിസ്സാര കാര്യമല്ല. ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ബന്ധമാണ്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കണം. എല്ലാം ആലോചിച്ച് കഴിഞ്ഞതാണ്. അദ്ദേഹത്തെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ മനസ്സാ സ്വീകരിച്ചതാണ്. എനിക്ക് മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കാൻ പ്രയാസമാണ് അച്ഛ. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തിത്തരും. ഹലോ, ആ അതെ, ആരാണ് സംസാരിക്കുന്നത്? ഓ, ഉണ്ട്, ചേട്ടനെ വിളിക്കാം. ചേട്ടാ, മുല്ലശ്ശേരിന്ന് ശ്രീദേവി ചേച്ചിയുടെ അച്ഛൻ വിളിക്കുന്നു. ഹലോ, ഞാൻ ഡോക്ടർ സുരേഷാണ് സംസാരിക്കുന്നത്. ഞാൻ വൈകുന്നേരം 6 മണിക്ക് വരാം. ശരി, എന്നാൽ കാലത്ത് 10 മണിക്ക് തന്നെ വന്നേക്കാം. റൈറ്റ്. എന്തിനാ ചേട്ടാ വിളിച്ചത്? ഏതോ ഒരു അത്യാവശ്യ കാര്യം അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെന്ന്. എന്താ മോനെ എത്ര അത്യാവശ്യം? അമ്മ എനിക്കറിയാം, ഞാൻ പറയട്ടെ. എന്താ? ചേട്ടന്റെ കല്യാണ കാര്യം. ശരിയാണോ മോനെ? ഇതെങ്കിലും നടക്കുമോ? ഇവർക്ക് വേറെ ജോലിയില്ല. കാര്യമൊന്നും പറഞ്ഞില്ല. നാളെ ചേട്ടനെ ഞാൻ ഡ്രസ് ചെയ്യിച്ചോളാം. നല്ല സിംപിളനായിട്ട് വേണം പോകാൻ. എല്ലാരും കൂടി എന്നെ ഒരു കാഴ്ച വസ്തുവാക്കുമെന്ന് തോന്നുന്നല്ലോ. ഗുഡ് മോർണിംഗ്. കുടിക്കാൻ ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ? താങ്ക് യു. എന്തോ അത്യാവശ്യ കാര്യം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മരിച്ചുപോയ സ്കൂൾ മാസ്റ്റർ വാസുദേവന്റെ മകനല്ലേ? അതെ. ക്ഷയരോഗം പിടിപെട്ട് ചികിത്സിക്കാൻ പണമില്ലാതെയല്ലേ അച്ഛൻ മരിച്ചത്? അതെ. അമ്മ കടം വാങ്ങിയും തറവാട് വിറ്റും നിങ്ങളെ ഒരു ഡോക്ടറാക്കി. അതെ. ഇപ്പൊ ഇതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാനാണ്. മുടന്തിയായ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിട്ടുമില്ല. ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ തന്നെ ബുദ്ധിമുട്ടല്ലേ? ഒരു പരിധി വരെ എന്നെപ്പോലുള്ളവർ
അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പണമാണല്ലേ? മിസ്റ്റർ സുരേഷ്, എന്റെ മകളെ വിവാഹം കഴിച്ചാൽ ലക്ഷക്കണക്കിന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ അവളെ വശീകരിച്ചത്? ഇതാ, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തോളൂ. എനിക്ക് എന്റെ മകളെ വിട്ടുതരൂ. ശ്രീദേവിക്ക് പകരം പണം തന്നയക്കാനാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തിയത്? ഇതില്ലാതെ ശ്രീദേവി ഞാൻ കൊണ്ടുപോയാലും എന്റെ കൂടെ സുഖമായിട്ട് തന്നെ ജീവിക്കും. ഈ ബംഗ്ലാവിൽ ഒരു റാണിയെ പോലെ ജീവിക്കുന്ന അവൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുഖമായി ജീവിക്കും പോലും. നിങ്ങൾ അവളെ വിവാഹം കഴിച്ച് ആയുഷ്കാലം മുഴുവൻ അവൾ കഷ്ടപ്പെടുന്നത് ഞാൻ കാണണമല്ലേ? തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖങ്ങളെക്കുറിച്ച് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന്? മിസ്റ്റർ സുരേഷ്, മകളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സ് നൊന്ത് കഴിയുന്ന ഒരു അച്ഛനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കൽ എന്നെ പറഞ്ഞ് നിങ്ങൾ ഒരു അച്ഛനായിത്തീരും. അന്ന് ശ്രീദേവിയെ പോലെ മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന്റെ പ്രേമ ചാബല്യങ്ങൾക്ക് വശമതനായി അവളെ നിങ്ങൾ ബലിയാടാക്കുമോ സുരേഷ്? നിലത്തുപോലും വെക്കാതെ പൊന്നുപോലെ വളർത്തിയ എന്റെ മകളെ കണ്ണീര് കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല സുരേഷ്, അനുവദിക്കില്ല. ഞാൻ അപേക്ഷിക്കുകയാണ് സുരേഷ്, ദയവ് ചെയ്ത് എന്നെയും എന്റെ മകളെയും രക്ഷിക്കൂ, പ്ലീസ്. അങ്ങയുടെ മാനസിക നില ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീദേവിയെ കൊണ്ട് വിവാഹത്തിന് തീരുമാനം എടുപ്പിച്ചത് ഞാനല്ല. ഞാൻ പോകുന്നു. ശ്രീദേവി, നമ്മുടെ തീരുമാനത്തിൽ അച്ഛന് വേദനയുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. ശ്രീദേവി വിവാഹം കഴിക്കാനുള്ള എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശ്രീദേവിക്ക് വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. എന്റെ മകളെ ചികിത്സിക്കാൻ എത്തിയത് ഇതിനാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രോഗം പിടിച്ചവൾ മരിച്ചു പോട്ടെ എന്ന് ഞാൻ കരുതുമായി. ശ്രീദേവി, അച്ഛൻ അവസാനമായി പറയുന്നു, നിന്റെ ഈ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ മുല്ലശ്ശേരി തറവാടിന്റെ മുറ്റത്ത് വെച്ച് ഈ വിവാഹം നടക്കില്ല. ഞാനത് നടത്തിയില്ലേ? എനിക്ക് ഈ ജീവിതത്തിൽ വിവാഹമുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമായിരിക്കും അച്ഛൻ എന്റെ ഭർത്താവ്. അച്ഛൻ ഈ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെങ്കിലും പോയി വിവാഹത്തിലായിക്കൊള്ളാം. മോളെ, ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഒരച്ഛനെന്ന നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ കാര്യത്തിൽ ഏറെ ജീവിതാനുഭവമുള്ള നിന്റെ അച്ഛന് നീ ഇത് വിട്ടുതരൂ മോളെ. ഞാൻ നിനക്ക് വേണ്ടി നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ. മോളെ, നീ ഇത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അച്ഛനൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷേ വിവാഹത്തിന് ശേഷം നിനക്കിങ്ങനെ ഒരു അച്ഛനുണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കൂ. അച്ഛൻ ഈ മകളെ ഉപേക്ഷിച്ചാൽ പോലും എനിക്കെന്നും എന്റെ അച്ഛനും അമ്മയും അച്ഛൻ തന്നെയായിരിക്കും. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം.